ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 ദിവസത്തെ വിശേഷമാണ് നോക്കുന്നത്. അതായത് മെയ് 22-ാം തീയതിയിലെയും മെയ് 23-ാം തീയതിയിലെയും. 22-ാം തീയതി ബുധനാഴ്ച നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് നരസിംഹ ജയന്തിയാണെന്ന് പറഞ്ഞു. അന്ന് ചോതി നക്ഷത്രം കുറച്ച് സമയം, രാവിലെ കുറച്ച് സമയമാണ് ചോതി നക്ഷത്രമുള്ളത്. അതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസമാണ് പഞ്ചാംഗപ്രകാരം നരസിംഹ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ചോതി കഴിഞ്ഞിട്ട് അടുത്ത നക്ഷത്രം ഏതാണ്? വിശാഖം. വിശാഖം നക്ഷത്രത്തിൽ നമ്മൾ ആചരിക്കുന്ന ഒരു വിശേഷമുണ്ട്. അതായത് വൈകാശി വിശാഖം അല്ലെങ്കിൽ വൈശാഖി വിശാഖം എന്നും പറയും. അപ്പം വൈകാശി വിശാഖം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അതായത് ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ മുതൽ വിശാഖം തുടങ്ങും. വിശാഖ നക്ഷത്രം ആരുടെ ജന്മദിനമാണ്? മുരുക ഭഗവാന്റെ ജന്മദിനമാണ്. അപ്പോൾ ഈ വൈശാഖ മാസത്തിലെ അല്ലെങ്കിൽ ഈ വൈകാശി, തമിഴ്നാട്ടുകാർ വൈകാശി എന്ന് പറയും, ആ മാസത്തിലെ വിശാഖം നക്ഷത്രം ഭഗവാന്റെ തിരുനാളാണെന്നാണ് വിശ്വസിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ 22-ാം തീയതിയും ചില ക്ഷേത്രങ്ങളിൽ 23-ാം തീയതിയും പ്രാധാന്യം കൊടുത്ത് ആചരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം 2 ദിവസവും വിശാഖം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസവും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏത് ദിവസമാണോ പ്രാധാന്യം വെച്ചിരിക്കുന്നത് ആ ദിവസം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുക. വലിയ ക്ഷേത്രങ്ങളിലൊക്കെ 22-ാം തീയതി തന്നെയാണ് ആചരിക്കുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പഞ്ചാംഗം അനുസരിച്ചിട്ട് 23-ാം തീയതിയും ചെയ്യുന്നുണ്ട്. നമ്മൾ 2 ദിവസവും ആ പ്രാധാന്യം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അതായത് വേലായുധ സ്വാമിയുടെ ജന്മദിനമാണ്. അതുപോലെ തന്നെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് കൂർമ്മ ജയന്തിയാണ്. അതായത് സത്യുഗത്തിൽ ഭഗവാന്റെ 2ാമത്തെ അവതാരം കൂർമാവതാരം, ആ അവതാരം നടന്നതും 23-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് എന്ന് പറയുന്നു. അതായത് ഈ 23-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് അന്നത്തെ കൂർമ്മ ജയന്തിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധപൂർണിമ ആയിട്ടും ആചരിക്കുന്നത് 23-ാം തീയതിയാണ്. ബുദ്ധഭഗവാന് ജ്ഞാനോദയം ലഭിച്ച ദിവസമായിട്ടാണ് അന്നത്തെ ദിവസം കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ വൈശാഖ പൗർണമി, അത് മെയ് 23-ാം തീയതിയാണ്. ഇടവമാസത്തിലെ പൗർണമിക്ക് വളരെ പ്രത്യേകതയുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ദേവത എന്ന് പറയുന്നത് ശിവപാർവതിമാരെയാണ്. ഭഗവാൻ പരമശിവനെയും പാർവതീ ദേവിയെയുമാണ് 23-ാം തീയതി നമ്മൾ ആ പൗർണമി ദിവസം പ്രാർത്ഥിക്കേണ്ടത്. ഇടവമാസത്തിലെ പൗർണമി അങ്ങനെ പ്രാർത്ഥിച്ചാൽ സകല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകും എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, നമുക്ക് ഭഗവാൻ തരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കടങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് എന്തു തന്നെയായാലും ഭഗവതിയുടെയും ഭഗവാന്റെയും ഒന്നിച്ചുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞത്. ശിവപാർവതിമാരെയാണ്, 2 പേരെയും നമ്മൾ പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാൻ എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ നടത്തി നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരാണ്, ഇപ്പോൾ പീരീഡ്സ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലിരിക്കുന്നു, വാലായ്മ, പെല ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കുന്നതിന് ഈ വക തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ 22-ാം തീയതി 23-ാം തീയതിയും നമ്മൾ മുരുക ഭഗവാനെ, വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. 22-ാം തീയതി നരസിംഹ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. 23-ാം തീയതി പൗർണമിയാണ്, അതുകൊണ്ട് തന്നെ ശിവപാർവതിമാരെയും മുരുക ഭഗവാനെയും പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ കൂർമ്മ രൂപത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ 22-ഉം 23-ഉം ദിവസങ്ങൾ ഇതുപോലെ വളരെ പ്രത്യേകതയുള്ളതാണ്. വേലായുധ സ്വാമിക്ക് 2 ദിവസവും പ്രാധാന്യമുണ്ട്. മുരുകക്ഷേത്രത്തിൽ അഭിഷേകത്തിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നാരങ്ങാമാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പഞ്ചാമൃതം നടത്തുന്നത് ഭഗവാന് വളരെ വിശേഷമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഭഗവാന് മഞ്ഞപ്പട്ട്
മേടിച്ചു കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. അതായത് വേലായുധ സ്വാമിക്ക് മഞ്ഞപ്പട്ട് നമുക്ക് സമർപ്പിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എണ്ണ കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം. അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നമുക്ക് എന്താണോ അവിടെ പ്രത്യേകമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാം. കാരണം ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്. ഇനി അതല്ല വീട്ടിലിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു പിറന്നാളല്ലേ, അപ്പോൾ ആ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു മധുര പലഹാരമോ സ്വീറ്റ്സോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുകയോ അതല്ലേ മേടിച്ചോ ഒക്കെ ഭഗവാൻ നൈവേദ്യമായിട്ട് വെച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം ഭഗവാന് വലിയ സന്തോഷമാകും, നമുക്കും വളരെ സന്തോഷമുണ്ടാകും. അങ്ങനെ നമ്മൾ 22ഉം 23ഉം വേലായുധ സ്വാമിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുക. 22-ാം തീയതി നരസിംഹസ്വാമിക്ക് പ്രാധാന്യം കൊടുക്കുക. 22-ാം തീയതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നരസിംഹസ്വാമിയെയും പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ അടുത്ത് ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രത്തിലൊന്ന് പോകാൻ പറ്റുന്നത്. ചിലപ്പോൾ ഭഗവാൻ നാരായണൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളായിരിക്കാം ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നരസിംഹസ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ഭഗവാന് ഒരു നെയ്വിളക്ക് സമർപ്പിക്കാം. മുരുക ക്ഷേത്രമില്ലെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാം. തിരിച്ചാണെങ്കിൽ അതേപോലെ തന്നെ പ്രാർത്ഥിക്കാം. മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുകയും വേലായുധ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുകയും ശ്രീകൃഷ്ണ ഭഗവാന് നരസിംഹ രൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് 22-ാം തീയതി 23-ാം തീയതിയും അതുപോലെ തന്നെ വേലായുധ സ്വാമിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പൗർണമി ദിനമായതുകൊണ്ട് തന്നെ ശിവപാർവതിമാർക്കും പ്രാധാന്യം കൊടുക്കാം. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ കൂർമ്മ രൂപത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് തളർന്നിരിക്കുന്നവരെ പോലും ഭഗവാൻ എന്തു ചെയ്യും? ഉയർത്തിക്കൊണ്ടുവരും. കാര്യം മനസ്സിലോർത്ത് ഭഗവാനോട് മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ശ്രീഹരി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ കൂർമ്മ രൂപത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കുക, ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക, മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസവും മറ്റന്നാളും, അതായത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇത്രയും കാര്യങ്ങൾ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.